ഹായ് ഫ്രണ്ട്സ്, ഹായ് പ്രിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. CSIR നെറ്റ് ലൈഫ് സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. എന്താണ് എൻസൈംസ്? നമ്മൾ എല്ലാവരും എൻസൈംസ് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്താണ് എൻസൈംസ്? എൻസൈംസ് ആർ ദി ബയോ കാറ്റലിസ്റ്റ്. എൻസൈംസിനെ നമ്മൾ ബയോ കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എൻസൈംസിനെ ബയോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ ക്യാൻ ഇൻക്രീസ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ആര്? എൻസൈംസ്. അതുകൊണ്ടാണ് എൻസൈംസിനെ എന്ത് വിളിക്കുന്നത്? ബയോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻസൈമിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് നോക്കിക്കേ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എൻസൈംസ്, എല്ലാ എൻസൈംസ് പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല. മോസ്റ്റ് ഓഫ് ദി എൻസൈംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ്. പക്ഷെ എന്താണ്, എല്ലാ എൻസൈംസും എന്താണ്, പ്രോട്ടീൻസ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പ്രോട്ടീൻ വെച്ചിട്ട് ഉണ്ടാക്കാത്ത ഒരു എൻസൈം ആണ് റൈബോസൈം എന്ന് പറയുന്ന എൻസൈം, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNA. സോ എല്ലാ എൻസൈംസും എന്താണ്, പ്രോട്ടീൻസ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി എൻസൈംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് proteins. The next property is that high degree of specificity towards substrates. എൻസൈംസിന് എന്തുണ്ടാവും? സബ്സ്ട്രേറ്റ് ഉണ്ടാവുമല്ലോ. എൻസൈമും ഉണ്ടാവും, സബ്സ്ട്രേറ്റ് ഉണ്ടാവും. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ഹൈ സ്പെസിഫിസിറ്റി ആയിരിക്കും. അതൊരു എൻസൈമിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എൻസൈം ഡു നോട്ട് അഫക്ട് ദി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ. ഒരു ബയോകെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഒരിക്കലും എൻസൈം അഫക്ട് ചെയ്യില്ല. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉണ്ടാവും, ഇത്ര എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്, ഇത്ര എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് എന്നൊക്കെ ഒരു രീതിയിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉണ്ടാവും ഒരു റിയാക്ഷന്. അപ്പൊ ആ റിയാക്ഷന്റെ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഒരിക്കലും ആര് അഫക്ട് ചെയ്യില്ല? എൻസൈം അഫക്ട് ചെയ്യില്ല. സോ ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എൻസൈം. എല്ലാ എൻസൈമും പ്രോട്ടീൻ അല്ല, മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് പ്രോട്ടീൻ ആണ്. പിന്നെന്താണ്? High specificity towards the substrate, and the next one is enzyme do not affect the equilibrium state of a biochemical reaction. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. The classification of the enzyme. എൻസൈം എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ പ്രോട്ടീൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, കോംപ്ലക്സ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഹോളോ എൻസൈം എന്ന് പറഞ്ഞിട്ട് പറയാം. രണ്ട് ടൈപ്പ് ആയിട്ടാണ് എൻസൈമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സിമ്പിൾ പ്രോട്ടീൻ. അപ്പോൾ കോംപ്ലക്സ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറച്ചൊരു കോംപ്ലക്സ് ആയിരിക്കും അല്ലെ? അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താണ്, പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും. പ്രോട്ടീൻ പാർട്ടിനെ പറയുന്നതാണ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? കോഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും, നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും. പ്രോട്ടീൻ പാർട്ടിനെ പറയുന്നതാണ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടിനെ എന്ത് പറയും? കോഫാക്ടർ എന്നാണ് പറയുന്നത്. ഈ കോഫാക്ടർ തന്നെ അത് നോൺ പ്രോട്ടീൻ പാർട്ടാണ് എൻസൈമിന്റെ. ആ നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ കോഫാക്ടർ എന്നാണ് പറയുന്നത്. ഈ കോഫാക്ടർ തന്നെ ഓർഗാനിക് ഉണ്ടാവും, ഇനോർഗാനിക് ഉണ്ടാവും. അതില് ഇനോർഗാനിക്കിൽ മെറ്റൽ അയോൺസ് ആണ് വരുന്നത്. ഓർഗാനിക്കിൽ തന്നെ എന്താണ്, ടൈറ്റ്ലി ബൗണ്ടഡ് ഉണ്ട്, ലൂസ്ലി ബൗണ്ടഡ് ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത സ്ലൈഡിൽ. അപ്പോൾ മെയിൻലി എൻസൈംസ് എന്താണ്, സിമ്പിൾ പ്രോട്ടീൻ ഉണ്ടാവും ആൻഡ് ഓൾസോ ദ കോംപ്ലക്സ് പ്രോട്ടീൻ. കോംപ്ലക്സ് പ്രോട്ടീനെ നമ്മൾ ഹോളോ എൻസൈം എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. പ്രോട്ടീൻ പാർട്ട് അപ്പോ എൻസൈം എന്ന് പറയും, നോൺ പ്രോട്ടീൻ പാർട്ട് എന്ത് പറയും? കോഫാക്ടർ എന്ന് പറയും. ഇനി നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഈ ഡയഗ്രം നോക്കിക്കേ. This one is the apo enzyme, which is the protein part, and the next one is the cofactor. ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്ത് ഫോം ചെയ്യും? ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോളോ എൻസൈം. ആക്റ്റീവ് എൻസൈമിനെയാണ് നമ്മൾ പറയുന്നത് ഹോളോ എൻസൈം. ആ ഹോളോ എൻസൈം ഫോം ചെയ്യും. ആൻഡ് ഹോളോ എൻസൈമിലേക്കാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ, ഒരു ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ അപ്പോ എൻസൈമും കോഫാക്ടറും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇനി നോക്കിക്കേ, നമ്മൾ കോഫാക്ടർ എന്ന് പറഞ്ഞില്ലേ, ഈ കോഫാക്ടർ എങ്ങനെയായിരിക്കും എൻസൈമുമായിട്ട്, എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുക? എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടുമായിട്ട് കോവാലന്റ്ലിയും ബൈൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ്, നോൺ കോവാലന്റ്ലിയും ബൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടുമായിട്ട് കോവാലന്റ്ലിയും ബൈൻഡ് ചെയ്യാൻ പറ്റും,
നോൺ കോവാലന്റ്ലി ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഫാക്ടറിനെ പറ്റി മനസ്സിലായില്ലേ? ഇനി കോഫാക്ടർ മെയിൻലി സിമ്പിൾ മെറ്റൽ അയോൺസ് വെച്ചിട്ടുണ്ടാവും. അതായത് സിങ്ക്, മഗ്നീഷ്യം ഒക്കെ പോലെയുള്ള സിമ്പിൾ മെറ്റൽ അയോൺസ് വെച്ചിട്ടുള്ള കോഫാക്ടർ ഉണ്ട്. അവർ കോഫാക്ടർ ആക്ട് ചെയ്യും. സിങ്കും മഗ്നീഷ്യം കോഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദി കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ എൻസൈംസ്. കോഫാക്ടറിലെ തന്നെ ഒരു സബ് ഡിവിഷൻ ആണ് കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ. ഈ കോ എൻസൈംസിന്റെ പ്രത്യേകത എന്താണ്? അവര് ലൂസ്ലി ബൗണ്ടഡ്, ട്രാൻസിയന്റ്ലി അസോസിയേറ്റഡ് ഉണ്ട്, ടൈറ്റ്ലി അസോസിയേറ്റഡ്. ട്രാൻസിയന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ലൂസ്ലി ബൗണ്ടഡ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടാവും. അങ്ങനെയുള്ള കോ എൻസൈമിനെ വിളിക്കുന്ന പേരാണ് കോ സബ്സ്ട്രേറ്റ്. ഇപ്പോ ആ എൻസൈം കോ എൻസൈം തന്നെ നല്ല ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതിന് എന്ത് പറയും? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അപ്പൊ കോഫാക്ടർ തന്നെ സിമ്പിൾ മെറ്റൽ അയോൺസ് ഉണ്ട്, പിന്നെ എന്താണ്? കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിന് നമ്മൾ കോ എൻസൈം എന്നാണ് പറയുന്നത്. കോ എൻസൈം തന്നെ ലൂസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്, ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ലൂസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ കോ സബ്സ്ട്രേറ്റ് എന്നും ടൈറ്റ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതിനെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അപ്പോ എൻസൈം, കോഫാക്ടർ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? കോ എൻസൈം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എൻസൈം ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു എൻസൈം എന്താണ്? വിച്ച് ക്യാൻ ആക്സിലറേറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ക്യാൻ ആക്സിലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ പറ്റും? ബൈ ഡിക്രീസിങ് ദി ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന ഒരു എനർജി ഡിക്രീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻസൈംസ് ആ ഒരു ആക്സിലറേറ്റ് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനെ. അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ആവശ്യം, അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു എനർജി വേണ്ടേ? ആ എനർജിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് എൻസൈം എന്ത് ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡ് അപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എൻസൈം എന്ത് ചെയ്യും? റിയാക്ടൻസിനെ സ്പീഡ് അപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആക്കി മാറ്റും. അത് വളരെ ഫാസ്റ്റ് ആക്കി ചെയ്യാനായിട്ട് എൻസൈമിന് കഴിയും. പക്ഷെ എൻസൈം എന്ന് പറയുന്നത് അവിടെ ഈ ഒരു റിയാക്ഷനിൽ കൺസ്യൂം ചെയ്യപ്പെടുന്നില്ല. എൻസൈം അൺചേഞ്ചബിൾ ആയിട്ട്, അൺചേഞ്ച്ഡ് അറ്റ് എൻഡില് ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. അതെന്ത് ചെയ്യും? ഒരു ഓൾട്ടറേഷനും വരില്ല. എന്ത് ചെയ്യും? അത് ഇനിയും എന്താണ്? ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എൻസൈം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ എൻസൈമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ സ്പെസിഫിസിറ്റി അല്ലേ? അപ്പോൾ ഹൈ സ്പെസിഫിസിറ്റി ടുവേർഡ്സ് their substrate mainly due to their active site where substrate binding occurs. അതായത് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് ആർക്കാണുള്ളത്? എൻസൈംസിനാണുള്ളത്. കണ്ടോ? ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റീജിയൻ ആണ് ആക്റ്റീവ് സൈറ്റ്. ആ ആക്റ്റീവ് സൈറ്റും സബ്സ്ട്രേറ്റിന്റെ ഈ എൻസൈമിന്റെ വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയണും എന്താണ്? കോംപ്ലിമെന്ററി ആയിരിക്കും. അതായത് കറക്റ്റ് ആയിട്ട് വന്ന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉള്ളത്. അപ്പൊ ആ ഒരു റീസൺ ആണ് എന്താണ്? ഹൈ സ്പെസിഫിസിറ്റിക്ക് മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും കോംപ്ലിമെന്ററി ആണ്. അപ്പൊ അവർ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. എൻസൈമും സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ്, എൻസൈമിന്റെ റീജിയനാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എൻസൈമിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. എൻസൈം ഡു നോട്ട് ചേഞ്ച് ദ ഫ്രീ എനർജീസ് ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഒരു റിയാക്ഷന്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഉണ്ടാവും, ഫൈനൽ സ്റ്റേറ്റും ഉണ്ടാവും. റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലുള്ള ഫ്രീ എനർജീസിൽ ഒരു ചേഞ്ചും ആര് വരത്തില്ല? എൻസൈം വരത്തില്ല. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് റിയാക്ടൻസ് ആൻഡ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് അറ്റ് ഇക്വിലിബ്രിയം അൺചേഞ്ച്ഡ് ആയിരിക്കും. അതൊരു വേറൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. അതായത് എത്ര എമൗണ്ട് റിയാക്ടൻസ് ആണോ, എത്ര എമൗണ്ട് പ്രോഡക്ട്സ് ആണോ, അത് ഇക്വിലിബ്രിയത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് അൺചേഞ്ച്ഡ് ആയിരിക്കും നമ്മളുടെ എൻസൈം ഉണ്ടെങ്കിലും. ഓക്കെ, സോ ദീസ് ആർ ദ ടു ക്യാരക്ടേഴ്സ് ഓഫ് ദ എൻസൈം. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എൻസൈം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അതായത് ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് തന്നെയാണ് എൻസൈം എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. എൻസൈമിന്റെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള മെയിൻ എന്താണ്? ഇത് ഈ ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള മെയിൻ ആളെന്ന് പറഞ്ഞാൽ എൻസൈമിന്റെ സ്പെസിഫിസിറ്റി ടുവേർഡ്സ് ദി സബ്സ്ട്രേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് എൻസൈം ആക്ഷനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം എൻസൈം ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? സബ്സ്ട്രേറ്റും ഉണ്ട്. അപ്പൊ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ആദ്യം എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്യണം. ഈ ഇമേജിൽ കണ്ടില്ലേ? സബ്സ്ട്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? എൻസൈം ഉണ്ട്. എന്നാൽ രണ്ടും കോംപ്ലിമെന്ററി ആണ്. ഇവർ രണ്ടുപേരും കൂടി ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും?
എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഓക്കെ, സോറി, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്തു. അപ്പോൾ ഈ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കൂടി ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഇന്ററാക്ഷൻസ് ഉണ്ട്. ആ ഇന്ററാക്ഷന് വളരെ വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ആ ഇന്ററാക്ഷനാണ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ്. ഈ ഇമേജിൽ കണ്ടോ, ഇത് രണ്ടുപേരും കൂടി ബൈൻഡ് ചെയ്യുന്ന ഈ ഇന്ററാക്ഷൻസ് ഇല്ലേ, ഈ ഒരു ബൈൻഡിങ്, അതിനെയാണ് നമ്മൾ പറയുന്നത് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ്. ഏതൊക്കെയായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ്, അയോണിക് ബോണ്ട്സ്, ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ്. ഇത്ര ഇന്ററാക്ഷൻസ് വഴിയാണ് എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ബൈൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും കോംപ്ലിമെന്ററി ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യണം. ആ ബൈൻഡ് കറക്റ്റ് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ഇന്ററാക്ഷൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ബൈൻഡിങ് എനർജി. ആക്ടിവേഷൻ എനർജി പഠിച്ചു. ബൈൻഡിങ് എനർജി എന്തായിരിക്കും? ഒരു സബ്സ്ട്രേറ്റും ഒരു എൻസൈമും കൂടി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. The energy released when the enzyme and substrate join through weak bonds. നമ്മൾ നേരത്തെ പറഞ്ഞ weak bonds വഴി എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ബൈൻഡ് ചെയ്ത് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു എനർജി റിലീസ്ഡ് ആവും. ആ എനർജിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. അതെങ്ങനെയാണ് റൈസ് ചെയ്യുന്നത്? എൻസൈമിന്റെ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എൻസൈമിന്റെ ഷേപ്പ് കോംപ്ലിമെന്ററി ആയിരിക്കും. അതായത് കണ്ടോ, ഈ എൻസൈമിന്റെ ഈ ഷേപ്പിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് അതിന്റെ സബ്സ്ട്രേറ്റ് വരുന്നത്. ഷേപ്പിന്റെ കോംപ്ലിമെന്ററി എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വീക്ക് ഇന്ററാക്ഷൻസ് ലൈക്ക് ഹൈഡ്രജൻ ബോണ്ട്സ്. ഞാൻ പറയില്ലേ, ഇത് രണ്ടുപേരും കൂടി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ വാൻ ഡെർ വാൾ ബോണ്ട് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, പല ഇന്ററാക്ഷൻസ് ഉണ്ട്. ആ ഇന്ററാക്ഷൻസ് എന്താണ്? എൻസൈമിന്റെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള സ്പെസിഫിസിറ്റിക്ക് കാരണമുണ്ട്. കാരണം കറക്റ്റ് സബ്സ്ട്രേറ്റ് വന്നാൽ മാത്രമേ ആ ഒരു ഇന്ററാക്ഷൻ അവിടെ ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഈ രണ്ട് റീസൺസ് ആണ് എന്താണ്? ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് എൻസൈമും സബ്സ്ട്രേറ്റും ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എൻസൈംസിന്റെ ആക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻസൈംസിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മോഡലാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് കീ മോഡലും ആൻഡ് ഓൾസോ ദി ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. കണ്ടില്ലേ, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. അപ്പൊ നമ്മൾ ആദ്യം ലോക്ക് ആൻഡ് കീ മോഡലാണ് നോക്കാൻ പോകുന്നത്. ലോക്ക് ആൻഡ് കീ മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പേര് പോലെ തന്നെ ഒരു ലോക്ക് ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും. അപ്പൊ ആരാണ് ലോക്ക്, ആരാണ് കീ നമുക്ക് നോക്കാം. അപ്പൊ ഇത് പ്രപ്പോസ് ചെയ്തത് എമിൽ ഫിഷർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ എമിൽ ഫിഷർ പറഞ്ഞത് എൻസൈംസ് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. എൻസൈമിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടാവും, ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ടാവും ആക്റ്റീവ് സൈറ്റിന്. അതിലേക്ക് വന്ന് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും. അപ്പൊ ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലിമെന്ററി ഷേപ്പ് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഉള്ള ആക്റ്റീവ് സൈറ്റിലേക്ക് നമ്മുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യും. ലൈക്ക് ഒരു കീയിലേക്ക്, ഒരു ലോക്കിലേക്ക് ഒരു കീ വന്ന് ബൈൻഡ് ചെയ്യുന്നത് പോലെ ഫിക്സ്ഡ് ആയിട്ട് അതിൽ വന്ന് ബൈൻഡ് ചെയ്യും. കണ്ടോ, അതിൽ കീ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റും ലോക്ക് എന്ന് പറയുന്നത് എൻസൈമും ആണ്. ഇവർ രണ്ടുപേരും കൂടി ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? ലോക്ക് ആൻഡ് കീ കോംപ്ലക്സ്. അതായത് ഇപ്പോ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു എൻസൈമിന്റെ റിജിഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ആരുണ്ട്? നമ്മളുടെ സബ്സ്ട്രേറ്റ് ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടി ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതാണ് ലോക്ക് ആൻഡ് കീ. അപ്പൊ ലോക്ക് ആൻഡ് കീനെ വെച്ചിട്ട് സിമിലർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോക്ക് ആൻഡ് കീ മോഡൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. അപ്പൊ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്നാ പറഞ്ഞത്. പക്ഷെ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ റിജിഡ് ആണെന്നല്ല പറയുന്നത്, അത് ഫ്ലെക്സിബിൾ. എൻസൈം ഈസ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് അല്ലെ. അപ്പോ എൻസൈം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെന്നാ പറയുന്നത്. എൻസൈമില് ആക്റ്റീവ് സൈറ്റ് ഉണ്ടാവും. ചേഞ്ചസ് അപ്പോൺ ദ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സബ്സ്ട്രേറ്റ് എപ്പോ വന്ന് ബൈൻഡ് ചെയ്താലും ആക്റ്റീവ് സൈറ്റ് ചേഞ്ച് ചെയ്യും. ബൈൻഡിങ് ഓഫ് സബ്സ്ട്രേറ്റ് കോസസ് കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദ എൻസൈം. അതായത് എൻസൈം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ സബ്സ്ട്രേറ്റ് ഇങ്ങനെയാണ്,
പക്ഷെ ഇതിന്റെ ഷേപ്പ് വ്യത്യാസമില്ലേ, പക്ഷെ ഇത് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൺഫർമേഷൻ ചേഞ്ച് ചെയ്തിട്ട് എന്താണ് കറക്റ്റ് കൺഫർമേഷനിലേക്ക് എത്തും. അതൊരു ഇൻഡ്യൂസ് ചെയ്യും, ആ സബ്സ്ട്രേറ്റ് അതിനെ ഇൻഡ്യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് ആ ഷേപ്പിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ result in the formation of an enzyme substrate complex which is a new 3-dimensional shape ആയിരിക്കും. കാരണം എൻസൈമിന് അത്രയും നേരം വേറൊരു ഷേപ്പ് ആയിരുന്നു, പക്ഷെ സബ്സ്ട്രേറ്റ് വന്ന് അതിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും വേറൊരു ഷേപ്പിലേക്ക് അത് മാറിയില്ലേ, അതാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. അതെന്ന് പറഞ്ഞാൽ എൻസൈം എന്താണ് റിജിഡ് ആണോ, അല്ല, എൻസൈം ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പൊ ഈ അതിന്റെ ഇമേജ് നോക്കാം കേട്ടോ. സബ്സ്ട്രേറ്റിന്റെ ഒരു ഷേപ്പ് കണ്ടോ, അത് അതിന്റെ എൻസൈമിന്റെ ഷേപ്പ് നോക്കിക്കേ, സബ്സ്ട്രേറ്റ് ആയിട്ട് കോംപ്ലിമെന്ററി അല്ല, പക്ഷെ എന്ത് സംഭവിച്ചു, ആ എൻസൈം വന്ന് അവിടെ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിന് ഇൻഡ്യൂസ് ചെയ്യിച്ച് അതിന്റെ ഷേപ്പ് അങ്ങ് മാറ്റിക്കളഞ്ഞു. കണ്ടോ, അങ്ങനെ ഒരു പുതിയ സ്ട്രക്ചർ, 3-dimensional സ്ട്രക്ചർ ഫോം ചെയ്തു. അതിനെ എന്താണ് നമ്മുടെ എൻസൈമും സബ്സ്ട്രേറ്റ് കോംപ്ലക്സും വന്നു, അതിനുശേഷം എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു, ലാസ്റ്റ് എന്ത് ചെയ്തു, എൻസൈം പ്രോഡക്ട്സിനെ റിലീസ് ചെയ്യിച്ചു. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും ലോക്ക് ആൻഡ് കീ മോഡലും എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻസൈമും ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ നമ്മള് ആക്ടിവേഷൻ എനർജി എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട ഒരു എനർജിയാണ്. ആ ഒരു എനർജി ഉണ്ടായാൽ മാത്രമേ ആ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഇത് നോക്കിക്കേ, ഇത് ഒരു റിയാക്ടന്റ് ആണ്. ഓക്കെ, ആ റിയാക്ടന്റ് ഇത്രയും ആക്ടിവേഷൻ എനർജി എടുത്തിട്ട് വേണം എന്താവാൻ, പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ. കണ്ട പ്രോഡക്റ്റ്, ഇത്രയും ആക്ടിവേഷൻ എനർജി എടുത്തിട്ട് വേണം നോർമലി ഈ റിയാക്ടിന്റെ പ്രോഡക്റ്റ് ആയി മാറാൻ. പക്ഷെ എന്ത് സംഭവിച്ചു, നമ്മളുടെ എൻസൈം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ആ റിയാക്ടന്റ് വളരെ കുറച്ച് ആക്ടിവേഷൻ എനർജി ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറി. കണ്ടില്ലേ, ആദ്യം ഇത്രയും എനർജി വേണ്ടി വന്നു, ഇവിടെ എന്ത് മതി, ഇത്രയും എനർജി മതി. അപ്പോ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാനായിട്ട് ആർക്ക് കഴിയും, എൻസൈമിന് കഴിയും. അതൊരു എൻസൈമിന്റെ പ്രത്യേകതയാണ്. എൻസൈം lower the activation energy required for chemical reaction to proceed. അപ്പോ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവേഷൻ എനർജിനെ കുറയ്ക്കാനായിട്ട് ആർക്ക് കഴിയും, എൻസൈമിന് കഴിയും. ഓക്കെ, ഇനി വേറെ നോക്കാൻ പോവാണ്. അതായത് the energy that helps lower this activation energy comes from the binding energy. നമ്മൾ ബൈൻഡിങ് എനർജി നേരത്തെ പഠിച്ചില്ലേ, അതായത് എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഒരു എനർജി റിലീസ്ഡ് ആവും. ആ ബൈൻഡിങ് എനർജി ആണ് ഈ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ബൈൻഡിങ് എനർജി ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, മാക്സിമം ഇന്ററാക്ഷൻസ് അവിടെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ഫോം ചെയ്യണം. അപ്പോഴാണ് മാക്സിമം ബൈൻഡിങ് എനർജി ഉണ്ടാകുന്നത്. മാക്സിമം ബൈൻഡിങ് എനർജി, മാക്സിമം ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നത് എൻസൈം ആ സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ്, കണ്ടത് ഈ ഹയസ്റ്റ് സ്റ്റേറ്റ് കണ്ട, ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് മാക്സിമം ഇന്ററാക്ഷൻസ്, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് തമ്മിൽ ഭയങ്കര ഇന്ററാക്ഷൻസ് സംഭവിച്ച് എന്ത് സംഭവിക്കും, മാക്സിമം ബൈൻഡിങ് എനർജി ഫോം ചെയ്യുന്നത് ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലായിരിക്കും. സോ മാക്സിമം ബൈൻഡിങ് എനർജി is released when the enzyme helps to form the transition state. അപ്പോൾ മാക്സിമം എനർജി, ബൈൻഡിങ് എനർജി റിലീസ് ചെയ്തിട്ട് എൻസൈം എന്തിലേക്ക് എത്തും, ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൈയസ്റ്റ് ഫ്രീ എനർജി സ്റ്റേറ്റ് ആണ്. ഈ ഹൈയസ്റ്റ് ഫ്രീ സ്റ്റേറ്റ് ഫ്രീ എനർജി സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, റിയാക്ടൻസ് പാർഷ്യലി പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷൻ ആണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ആക്ടിവേഷൻ എനർജി കുറയ്ക്കണമെങ്കിൽ എന്താണ് മാക്സിമം യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈൻഡിങ് എനർജിയാണ്. ബൈൻഡിങ് എനർജി മാക്സിമം ആവുന്നത് മാക്സിമം ഇന്ററാക്ഷൻസ് വരുമ്പോഴാണ്. മാക്സിമം ഇന്ററാക്ഷൻസ് വരുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, റിയാക്ടൻസ് പാർഷ്യലി പ്രോഡക്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പൊ അതായത് ഈ സബ്സ്ട്രേറ്റ് എന്താണ് ഇവിടെ നിന്ന് എത്തി പാർഷ്യലി പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ വെച്ച് മാറും. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, അത് ഫുള്ളി പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് Gibbs free energy of activation and activation energy. ഈ രണ്ടാൾക്കാരും രണ്ട് ടൈപ്പ് എനർജി ആണോ? അല്ല. Gibbs free energy of activation എന്ന് പറഞ്ഞാലും ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാലും ഒരാൾ തന്നെയാണ്. അപ്പോ ആക്ടിവേഷൻ എനർജി ഞാൻ പറഞ്ഞില്ലേ, ഒരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ ആക്ടിവേഷൻ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ സെയിം ആൾ തന്നെയാ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, the free energy between substrate and the transition state is called. Substrate ഉം transition state ഇങ്ങനെ പോയില്ലേ,
ഇങ്ങനെ. അപ്പൊ ഇവ തമ്മിലുള്ള ആ ഒരു എനർജിയുടെ ഡിഫറൻസിനെയാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ആക്ടിവേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? എൻസൈംസ് വർക്ക് ബൈ ലോവറിംഗ് ദ ആക്ടിവേഷൻ എനർജി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എൻസൈം ഈ ആക്ടിവേഷൻ എനർജിനെ ലോവർ ചെയ്യിച്ചിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത്. സോ എൻസൈം എന്ത് ചെയ്യുന്നു? ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക്, ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന സ്റ്റേറ്റ് അല്ലേ, ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് എന്താണ് ആ ഒരു റിയാക്ഷൻ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഹയർ ആക്ടിവേഷൻ എനർജി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഭയങ്കര ആക്ടിവേഷൻ, ഒരു റിയാക്ഷൻ വളരെ അധികം ആക്ടിവേഷൻ എനർജി ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? റിയാക്ഷൻ വളരെ സ്ലോ ആയി നടക്കുള്ളൂ. പക്ഷെ ആക്ടിവേഷൻ എനർജി വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പൊ എൻസൈം എന്ത് ചെയ്യും? റിയാക്ഷൻ ആക്സിലറേറ്റ് ചെയ്യും വേഗം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ഒരു റിയാക്ഷൻ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട്, ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ലോവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? എന്താണ് ഗിബ്സ് ഫ്രീ എനർജി എന്നും എന്താണ് ആക്ടിവേഷൻ എനർജി, എന്താണ് ബൈൻഡിങ് എനർജി, എങ്ങനെയാണ് എൻസൈം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി നോക്കിക്കേ. This makes it easier for more molecules to reach the transition state. അതായത് ആക്ടിവേഷൻ എനർജി വളരെ കുറവാണ്. അപ്പോ ഇത്രയും ആക്ടിവേഷൻ എനർജി കൊടുക്കുന്നതും ഇത്രയും ആക്ടിവേഷൻ എനർജി, വളരെ കുറച്ച് ആക്ടിവേഷൻ എനർജി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ലേ? ഇത്രയും ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആക്ടിവേഷൻ എനർജി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പരമാവധി മോളിക്യൂൾസിന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയും. ബിക്കോസ് the activation energy is lower, more molecules have enough energy to complete the reaction. ബാക്കിയുള്ള മോളിക്യൂൾസിനും എന്താണ് ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള എനർജി ഉണ്ടാവും. ആ ആക്ടിവേഷൻ എനർജി കുറവാണ്. അപ്പൊ അതിനെ കോപ്പപ്പ് ചെയ്യാനായിട്ടുള്ള എനർജി ഉള്ള മോളിക്യൂൾസിന് അത് കടക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ കുട്ടീനെ നോക്കിക്കേ, നമ്മളിപ്പോ എന്താണ് ഹൈ ജമ്പില് നമ്മളുടെ ഈ ഹൈ ജമ്പിന്റെ ഈ വടിയില്ലേ, ആ വടി ഏറ്റവും താഴ്ത്തി വെക്കുമ്പോ എന്ന് പറഞ്ഞാല് പരമാവധി കുട്ടികൾക്ക് ചാടാൻ പറ്റുമല്ലോ, അത് കവർ ചെയ്ത് വരാൻ പറ്റും. പക്ഷെ ആ ഹൈറ്റ് മേളിലാണെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ കുട്ടി വളരെ 2-3 പിള്ളേർക്കൊക്കെ അതിന് കേപ്പബിൾ ആയിട്ട് അതിന് എനർജി ഉള്ളവർക്ക് മാത്രമേ അത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, അത് വളരെ താഴെ ആയിരുന്നെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും, പരമാവധി കുട്ടികൾക്കും അത് ചാടാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആക്ടിവേഷൻ എനർജി ഭയങ്കര ഹൈ ആയിട്ട് ഇരിക്കുമ്പോൾ മോളിക്യൂൾസിന് അത് കവർ ചെയ്ത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആക്ടിവേഷൻ എനർജി വളരെ ലോ ആയിട്ട് ഇരിക്കുമ്പോൾ എന്താണ്, അത് കവർ ചെയ്ത് വരാനായിട്ട് ബാക്കിയുള്ള മോളിക്യൂൾസിനും കൂടി കഴിയും. അതാണ് അത് തന്നെയാണ് എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു ആക്ടിവേഷൻ എനർജിനെ കുറക്കാനാണ് ആര് സഹായിക്കുന്നത്? എൻസൈംസ് സഹായിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എൻസൈംസ് എന്താണെന്ന് പഠിച്ചു, എൻസൈം എന്താണെന്ന് പഠിച്ചു, എൻസൈംസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, എൻസൈംസിന്റെ ടൈപ്സ് പഠിച്ചു. സിമ്പിൾ പ്രോട്ടീൻ ഉണ്ട്, കോംപ്ലക്സ് പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് എൻസൈംസിന്റെ ഹോളോ എൻസൈം എന്താണെന്ന് പഠിച്ചു, കോ എൻസൈംസ് എന്താണെന്ന് പഠിച്ചു. അതിൽ തന്നെ കോ സബ്സ്ട്രേറ്റ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പുകൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ എൻസൈം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ആക്ടിവേഷൻ എനർജി കുറക്കുമെന്ന് പഠിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ എൻസൈംസിന്റെ എന്താണ് മോഡൽ, അതായത് ലോക്ക് ആൻഡ് കീ മോഡൽ പഠിച്ചു. അതുപോലെ തന്നെ എന്ത് പഠിച്ചു? ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ പഠിച്ചു. പിന്നെ എന്താണ് എൻസൈം എങ്ങനെയാണ് ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ആക്ടിവേഷൻ ആയാലും ആക്ടിവേഷൻ എനർജി ആയാലും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹൈ പ്രിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.